സെക്കൻഡ് പ്രോബ്ലം ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ശരിക്കും നമുക്ക് നമ്മുടേതായ ഒരു പ്രോബ്ലം നമ്മൾ തുടങ്ങുന്നത്. അതായത് 8th സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം തുടങ്ങുന്നത് ഇവിടെ നിന്നിട്ടാണ്. ഫസ്റ്റ് എക്സസൈസ് ഒക്കെ വളരെ സിമ്പിൾ എക്സസൈസ് ആയിരുന്നു. അപ്പോൾ സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ നോക്കാം. ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ AC and BE ആർ പാരലൽ ലൈൻസ്. ഇവരെന്താ തന്നിരിക്കുന്നത്? AC-യും അതുപോലെ BE-യും പാരലൽ ലൈൻസ് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി എന്താ തന്നിരിക്കുന്നത്? ഫിഗർ തന്നിട്ടുണ്ട്. അതായത് ABCയും BDE എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തുകളും 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെങ്കിൽ ആർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് DE ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് BCയുടെ ലെങ്ത്തും അതുപോലെ DEയുടെ ലെങ്ത്തും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ, എന്തുകൊണ്ട്? യെസ് ആണെങ്കിലും നോ ആണെങ്കിലും എന്തുകൊണ്ട്? ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ ദ ഫിഗർ AC ആൻഡ് BE ആർ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരലൽ ലൈൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് റൂളുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്താണ് അതിൻ്റെ റൂളുകൾ വരുന്നത്? ഇപ്പോൾ രണ്ട് ലൈൻസ്, ഓക്കെ, ക്ലിയർ, രണ്ട് ലൈൻസ്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രാൻസ്വേഴ്സിൽ പോകാമെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് ഒരു ലൈൻ ട്രാൻസ്വേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് വിൽ ബി ഈക്വൽ, അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പാരലൽ ലൈൻസ് ഒന്നും വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഓർത്തിരിക്കണം അതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണ്. ഒന്ന് പെട്ടെന്ന് പറയാം, എന്താണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൾട്ടർ ചെയ്യുക, അങ്ങനെ ചേഞ്ച് ആവാന്നുള്ളതല്ല. അപ്പം ഇവിടെ ഈ സൈഡും ഇവിടെ ഈ അതിൻ്റെ അപ്പുറത്തെ സ്ഥലത്തെ ഈ ആംഗിളിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ആംഗിളും അതിൻ്റെ ഇതായിട്ട് വരുന്നത് ആൾട്ടറായിട്ട് കൊടുക്കുന്ന ഈ ആംഗിളും ഈക്വൽ. കണ്ടോ? ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുക. ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും അതാണ് നമ്മൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയാം. ഇനി നമുക്കൊരു കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇത് രണ്ടും പാരലൽ ലൈൻ കേട്ടോ. അപ്പം ഈ ആംഗിളും അതായത് ഈ പാരലൽ ലൈൻസിൻ്റെ ഉള്ളിലുള്ള ഒരു ആംഗിളും ഒന്ന് പുറത്തുള്ള ആംഗിളിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റും ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. നേരെ തിരിച്ചു, ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ, ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ. ഓക്കെ. അപ്പോൾ അതായത് സെയിം സൈഡ് ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ആണെങ്കിൽ ഇതേ സൈഡ് തന്നെയായിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുകൂടി റീകളക്ട് ചെയ്തു. ക്വസ്റ്റ്യനിൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ മനസ്സിൽ വന്നിരിക്കണം. ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിർബന്ധമായിട്ടും വേണം കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് DE ഈക്വൽ ആണെന്നാണ് ചോദിക്കുന്നത്. അതായത് BCയും DEയും ഈക്വൽ ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ റൂൾ പിന്നെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പം നമ്മുടെ റൂൾ എങ്ങനെയാണ്? two sides and the angles made by them are equal to the two sides and angles made by them of another triangle, then the third side will also be equal. അതായത് രണ്ട് സൈഡുകളും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും അപ്പുറത്തെ ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ തേർഡ് സൈഡും അതുപോലെ മറ്റ് രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്നുള്ളതാണ് നമ്മുടെ റൂള്. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ട് സൈഡുകൾ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? BCയും DEയും ഈക്വൽ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? BCയും DEയും ഈക്വൽ ആണോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഈക്വൽ ആണെന്ന് എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാം? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെങ്കിൽ സൈഡുകൾ ഈക്വൽ ആണല്ലോ അല്ലേ? അപ്പം നമുക്ക് എന്ത് നോക്കാം? ഇൻ ട്രയാങ്കിൾ
ഈ ബി സി വരുന്ന ട്രയാങ്കിൾ ഏതാണ്? എ ബി സി അല്ലേ? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ബി ഡി ഇ, അതായത് ഡി ഇ വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇൻ ട്രയാങ്കിൾ ബി ഡി ഇ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാങ്കിളാണ്. അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കറിയാം രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്, രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് അറിയാം. അപ്പം നമുക്ക് ഇനി ഒരേ ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾസുകൾ ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബി സിയും ഡി ഇയും ഈക്വൽ ആണെന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ സി എ ബിയും അതുപോലെ ഇ ബി ഡിയും ഈക്വൽ ആണെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ നോക്കാം. അവിടെയാണ് ഈ പാരലൽ ലൈൻസിൻ്റെ ഇത് കൊടുക്കുന്നത്. പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതാണ് ഇവിടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്? എ സിയും, അതായത് ഇവിടെ ഞാൻ ഡ്രോ ചെയ്യട്ടെ, എ സിയും അതുപോലെ ബി ഇയും. എ സിയും ബിയും പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു. അതിനെ കട്ട് ചെയ്തിട്ട് പോണ ഒരു ലൈൻ ഉണ്ടല്ലോ, ഏതെല്ലാം ലൈൻ കണ്ടു? അപ്പം ഇത് എന്ന് പറയുന്നത് എ സി, ഇത് എന്ന് പറയുന്നത് ബി ഇ. ഓക്കെ, എ സിയും ബി ഇയും അതിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈൻ അല്ലേ? നമുക്ക് ഏത് ആംഗിളാണ് കിട്ടേണ്ടത്? ഈ ആംഗിൾ എയും ഈ ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത് പാരലൽ ലൈന്, ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻ ഇങ്ങനെ വരച്ചു, ഈ പാരലൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നതിന് വരെ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഒരു ആംഗിളും അതേ സൈഡിൽ ഒരു പാരലൽ ലൈനിൻ്റെ പുറത്തുള്ള ആംഗിളും, അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പോൾ പാരലൽ ലൈൻസിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാലോ, ആംഗിൾ എയും ആംഗിൾ സി എ ബിയും ആംഗിൾ ഇ ബി ഡിയും ഈക്വൽ ആണെന്നുള്ളത്. എന്തുകൊണ്ടാണ്? പാരലൽ ലൈൻസിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സുഖമായി സോൾവ് ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ബി ഡി ഇ. ഓക്കെ, എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? എ സി ഈക്വൽ ടു ബി ഇ. എ സി ഈക്വൽ ടു ബി ഇ എത്രയാണ്? ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. റീസൺ എന്താണ്? തന്നിട്ടുണ്ട് അവർ, ഗിവൺ. അതേപോലെ തന്നെ വേറെ എന്താ തന്നിട്ടുള്ളത്? എ ബി ഈക്വൽ ടു ബി ഡി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അതിൻ്റെയും എന്താണ് അവർ തന്നിട്ടുണ്ട്, സെയിം ലെങ്ത് ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്? ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ ഇ ബി ഡി. ഈ ആംഗിൾ ഇ ബി ഡി, എന്തുകൊണ്ടാണ് ആംഗിൾ ഇ ബി ഡി ഈക്വൽ ആണെന്ന് പറയാനായിട്ടുള്ള കാരണം? കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ദി പാരലൽ ലൈൻസ്. ഈ ഓൾറെഡി എ സിയും ബിയും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത്. അത് കാരണം കൊണ്ട് ഇത് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ രണ്ട് ആംഗിളും രണ്ട് സൈഡും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അതർ സൈഡുകളും ഈക്വൽ ആയിരിക്കും, അതുപോലെ ആംഗിൾസുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ therefore സി ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു ഡി ഇ. എന്തുകൊണ്ടാണ്? നമ്മുടെ റൂൾ എഴുതി വെക്കാം. ബി സി ഈക്വൽ ടു ഡി ഇ എന്ന് പറഞ്ഞിട്ട് റൂൾ എന്താ എഴുതേണ്ടത്? ഇഫ് two sides and angle made by them are angle made them of one triangle are equal to. അത് ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നിട്ടുണ്ട്, അത് അതുപോലെ എഴുതിയാൽ മതി. ഇവിടെ സ്പേസിൽ എഴുതാനായിട്ട് ആ റൂള് ഇവിടെ എഴുതി വെക്കുക. അങ്ങനെയാണ് ബി സി ഈക്വൽ ടു ഡി ഇ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആർ ദി ലെങ്ത് ഓഫ് ബി സി ആൻഡ് ഡി ഈക്വൽ? യെസ്. Why എന്നുള്ളതിൻ്റെ റീസൺ ആണ്, if two sides and angle made by them of one triangle are equal to the two sides and angles made by them of other triangle, then the third side and the other angles are also equal. റൂൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ്. ഓക്കെ, ഇനി എന്താണ് നമുക്കിവിടെ അടുത്തത് തന്നിരിക്കുന്നത്? അടുത്തത് നമുക്ക് ആർ ബി സി ആൻഡ് ഡി ഇ ആർ പാരലൽ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ബി സിയും അതുപോലെ ഡി ഇയും നമ്മൾ ഈക്വൽ ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചോദിക്കുന്നത് ഇവർ പാരലൽ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ബി സിയും അതുപോലെ ഡി ഇയും പാരലൽ ആണോ എന്നാണ് അറിയേണ്ടത്. നമ്മളെപ്പോഴും ഒരു കാര്യം ഞാൻ പറഞ്ഞു, പാരലൽ ലൈൻസ് എന്നൊരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കണം? ആൾട്ടർനേറ്റീവ് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ പോയിരിക്കണം.
ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പാരലൽ ആണോ എന്ന് ചോദിക്കുന്നില്ലേ. ഒരു രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ, ഏതെങ്കിലും ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം, ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു പാരലൽ ലൈൻസ് ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. അല്ലാതെ പാരലൽ ലൈൻസ് ഇത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ അത് പാരലൽ ലൈൻസ് ആണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉള്ളത് എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താണ്, അത് ആ ലൈൻസും നമുക്ക് പാരലൽ ആണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറയാം. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറയാം. ഇവിടെ ഈ രണ്ടിൽ ഏതാണ് ഇവിടെ വരാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പാരലൽ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് എടുത്തിരിക്കുന്നത്. അതേ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ബി സി ഇതല്ല, ഡി ഇ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് വരുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ രണ്ട് ബിയും സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും എ ബി സിയും അതുപോലെ ബി ഡിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് 3 സൈഡ് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താണ്, ആംഗിൾ ബി എന്ന് പറയുന്നത് എ സിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എ സിയും അതുപോലെ ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താണ്, ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പൊ ബി ഇയും എ സിയും തമ്മിൽ എന്താണ്, എ സിയും 6 സെന്റിമീറ്റർ ആണ്, അതുപോലെ ബിയും 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ബിയും ഡിയും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആയിരിക്കും. അപ്പൊ ബിയും ഡിയും ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനിന്റെ ബിയും ഡിയും തമ്മിലുള്ള പ്രത്യേകത എന്താണ്, ഇത് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ അല്ല, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി സി ആൻഡ് ഡി ആർ പാരലൽ ലൈൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ലൈൻ പാരലൽ ലൈൻ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക, ഒന്നുകിൽ അത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും, അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും, ഈ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ബി ഡി ഇ, ട്രയാങ്കിൾ ബി ഡി ഇ. ഓക്കെ, ആംഗിൾ എ ബി സി ഈക്വൽ ടു ബി ആംഗിൾ ബി ഡി ഇ, ആംഗിൾ ബി ഡി ഇ. എന്താണ് റീസൺ വരുന്നത്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സെയിം സൈഡ്. അല്ല, ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് sides having same length. കണ്ടോ, സെയിം ലെങ്ത് ഉള്ള സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, അതായത് ആംഗിൾ ബിയും ആംഗിൾ ഡിയും. അപ്പൊ അത് എന്തുകൊണ്ടാണ്, അപ്പൊ ഇത് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾ ബി ഡി ഇ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. Therefore, BC and DE are parallel lines. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് അത് എ ബി സിയും ബി ഡിയും ഈക്വൽ ആണെന്ന് പറയാം. പിന്നെ അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ബി സി ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ആസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, BC and DE are parallel lines. Okay,
അപ്പോൾ പാരലൽ ലൈൻസ് ആണോ എന്ന് നമ്മുടെ ഈ ലെസണിൽ ഏത് ക്വസ്റ്റ്യനിൽ വന്നാലും അല്ലെങ്കിൽ ട്രയാങ്കിൾസിന് റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യനിൽ വന്നാലും നമ്മൾ ഈ 2 കാര്യങ്ങളൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് പാരലൽ ലൈൻസ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കണം. നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.